അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും നമ്മളൊക്കെ ഏറ്റവും ആദരിക്കുന്ന ഫൈസൽ എളേറ്റിൽ സാഹിബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ശിഹാബുദ്ദീൻ കീശ്ശേരി, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായിട്ടുള്ള സലാമുക്കൂടൻ, അഡ്വക്കേറ്റ് സഫീർ കീശ്ശേരി, അരവിന്ദാക്ഷൻ മാഷ്, CM അഹമ്മദ്, യഹിയ ഇർഷാദ്, അതുപോലെ തന്നെ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യർ, അതിലൊക്കെ ഉപരിയായിട്ട് ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ബഹുമാന്യരായ ശ്രീ OM കരുവാരക്കുണ്ട്, ശ്രീ ബാപ്പു വാവാട്, ശ്രീ ഹൈദ്രോസ് പൂവക്കുർശി, ശ്രീ KPA ഖാദർ ഹാജി കുരിക്കൾ, ശ്രീ കുന്നമംഗലം CK ആലിക്കുട്ടി, ശ്രീ ബദറുദ്ദീൻ പാറന്നൂർ, ശ്രീ ഫൈസൽ കന്മനം, ശ്രീ ഉമ്മർ മാവൂർ തുടങ്ങി ഏറെ ബഹുമാന്യരെ, ഇവിടെ എത്തിച്ചേർന്ന ഈ മാപ്പിള കലയെ സ്നേഹിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഭാവി വാഗ്ദാനങ്ങളായ കലാകാരന്മാരെ, കലാകാരികളെ, ഇവിടെ വളരെ സന്തോഷം തോന്നുകയാണ്. ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു ആദരവ് പരിപാടി നടത്തുന്ന ഇതിൻ്റെ ഷിഹാബുദ്ദീൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിയെ ഏറെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ കുട്ടികൾക്ക്, ഈ മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും ഇങ്ങനെ ഒരു അവസരം നൽകി മനോഹരമായ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. മാപ്പിള കലയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഓർമ്മ വെച്ച നാൾ മുതലേ കേട്ട് പോരുന്നതാണ് മാപ്പിളപ്പാട്ടുകൾ. അതുകൊണ്ട് തന്നെ മാപ്പിള കലകൾ ആസ്വദിക്കുകയും അതേപോലെ ഇപ്പോൾ അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമേറെ സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ ഒരു ഹാഫ് സെഞ്ച്വറി 50 കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പണ്ടൊക്കെ ഒരു കുറിക്കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ രാവിലെ തന്നെ നമ്മൾ ഉണരുന്നത് മാപ്പിളപ്പാട്ട് കേട്ടിട്ടാണ്. ആ കാളം വെച്ചിട്ടുള്ള കറങ്ങുന്ന റെക്കോർഡ് വെച്ചിട്ടുള്ള ഗാനങ്ങൾ കേട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടികൾ അന്നിങ്ങനെ എപ്പോഴും പാട്ട് മൂളിക്കൊണ്ട്, ഇപ്പോഴും അന്ന് പഠിച്ചേം കേട്ടേം പാട്ടുകൾ നമ്മളൊക്കെ പാടാറും മൂളാറും ഒക്കെ ഉണ്ട്. നമ്മൾ കുട്ടികൾ പലരും മൊബൈലിലും അതുപോലെയുള്ള പല രീതിയിലേക്കൊക്കെ മാറിപ്പോകുമ്പോഴും വളരെ ചുരുക്കം കുട്ടികളെങ്കിലും ഇന്ന് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ മാപ്പിളപ്പാട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പ്രായമായ ഉമ്മ ഉണ്ട്, 76 വയസ്സായ ഉമ്മ. ഞാനിങ്ങനെ ഒരു മറ്റ് പരിപാടിക്കൊന്നും പോകുമ്പോൾ ഉമ്മാക്ക് അത്ര ഇതില്ല, പക്ഷേ ഇങ്ങനെ ഒരു പരിപാടിക്കാണ് പോകുന്നത്. നിങ്ങൾ പോരണം ഉമ്മ എന്ന് ചോദിച്ചു ഞാൻ. ഉമ്മാക്ക് മാപ്പിളപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, അപ്പം എനിക്ക് പോരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അവിടെ ഇരിക്കാനും അധികം നേരം നിൽക്കാനും ഒന്നും കഴിയില്ലല്ലോ, അതുകൊണ്ട് ഈ അവിടുത്തെ പാട്ടൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാപ്പിളപ്പാട്ടിനെ പ്രായഭേദമന്യേ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള, നമുക്കറിയാം മാപ്പിളപ്പാട്ടുകൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അതിൽ ഇസ്ലാമിക ചരിത്രമുണ്ട്, നബിമാരുടെ ചരിത്രമുണ്ട്, അതോടൊപ്പം രാജ്യസ്നേഹം തുളുമ്പുന്ന പാട്ടുകളുണ്ട്, മാനവൈക്യവും സാമൂഹ്യ സേവനവും, അതുപോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അതൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറക്കിച്ചെല്ലുന്ന പാട്ടുകൾ. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ജാതിഭേദ ഒന്നുമല്ല വ്യത്യാസമില്ലാതെ നമുക്കൊക്കെ സ്നേഹിക്കുകയും അതൊക്കെ നമ്മൾ എല്ലാവരും ഒന്നാണെന്നൊരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മളെ ഈ കല സഹായിക്കുന്നുണ്ട്. ഏറെ സന്തോഷം തോന്നുകയാണ്. ബഹുമാനപ്പെട്ട ഈ വ്യക്തിത്വങ്ങളെയൊക്കെ വേദിയിലിരുത്തി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ, മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഫൈസൽ എളേറ്റിൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.